ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിസിസം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റൊമാൻറ്റിസിസം എന്ന് നോക്കാം. നമുക്കറിയാം 1790 to 1830, അതായത് ലേറ്റ് 18th സെഞ്ച്വറി കാലഘട്ടമാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഇവിടെ നിയോ ക്ലാസിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് വളരെ എഗെയിൻസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സമയമാണ് റൊമാൻറ്റിക് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഇമോഷൻസിനെയും ഇമാജിനേഷൻ, ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഇവർ നിയോ ക്ലാസിസം എന്ന് പറയുന്നതിനോട് എതിരായിട്ട് റിയാക്ട് ചെയ്തതെന്ന് നോക്കാം. നമുക്കറിയാം നിയോ ക്ലാസിസം ഫോക്കസ് ചെയ്തിരുന്നത് ഒരുപാട് റൂൾസിലും ലോജിക്കിലും ഒക്കെ ആയിരുന്നു. പക്ഷേ റൊമാൻറ്റിസിസം ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് റൂൾസിനെ റിജക്റ്റ് ചെയ്തു. ആൻഡ് ദേ പ്രൊമോട്ടഡ് ഫീലിങ്സ് ഓവർ റീസണിനെക്കാളും അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഫീലിങ്സിനെ ആയിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ ദിസ് ബിഗാൻ ഇൻ ജർമ്മനി ആൻഡ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്. ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഹ്യൂമൻസ് നാച്ചുറലി നല്ല ആൾക്കാരാണ്, നല്ലവനാണെന്നുള്ള ഒരു ഐഡിയയാണ് ഇവിടെ ഉയർന്നു വന്നത്. ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജീൻ ജാക്വസ് റോസ്സോ. ഇനി ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാനാണെങ്കിൽ നമുക്കറിയാം ദിസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ രണ്ട് റെവല്യൂഷൻസിൻ്റെ പാർട്ടായിട്ടാണിത് വന്നത്. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് ഇതിലേക്ക് നയിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എഴുതേണ്ടതാണ്. ദെൻ ഏർലി റൊമാൻറ്റിക് ഒപ്റ്റിമിസം. ഈ സമയത്ത് റൈറ്റേഴ്സ് ബിലീവ് ചെയ്തിരുന്നത് ഫ്രീഡം, ഇക്വാളിറ്റി ഇതിനെയൊക്കെ ആയിരുന്നു. ഈ സമയത്ത് കീ പോയറ്റ്സാണ് വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത്, എസ്.ടി. കോളറിഡ്ജ് എന്നൊക്കെ പറയുന്നത്. വേർഡ്സ്വർത്തിൻ്റെ ദ പ്രില്യൂഡ് എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം ഈ റെവല്യൂഷനെ കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഷിഫ്റ്റ് ഇൻ ലിറ്ററേച്ചർ. നമുക്കറിയാം പ്രീവിയസ് ഫോക്കസിൽ നിന്നും പിന്നീട് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇന്നർ ഇമോഷൻസ് ആൻഡ് ചൈൽഡ്ഹുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ ലവ് ഫോർ നേച്ചർ. നമുക്കറിയാം ഈ ഒരു സമയത്ത് നേച്ചറിനെ കണ്ടെത്തുന്നത് വളരെ സ്പിരിച്വലായിട്ടും പ്യുവറായിട്ടും അല്ലെങ്കിൽ ഹീലിംഗ് എബിലിറ്റി ഉള്ള സാധനമായിട്ടുമൊക്കെയാണ് നേച്ചറിനെ കണ്ടത്. നമുക്കറിയാം വില്യം വേർഡ്സ്വർത്ത് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള നേച്ചർ പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഇമാജിനേഷൻ ഓവർ റീസൺ. ഇമാജിനേഷൻ ഒരു ക്രിയേറ്റീവ് പവറായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം എസ്.ടി. കോളറിഡ്ജിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഇമാജിനേഷൻ പുതിയ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇമാജിൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി പവർ കൂടുന്നുണ്ട്, അതുവഴി ഒരു റിയാലിറ്റീസ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ്. നമുക്കറിയാം ലൈഫ് എന്ന് പറയുന്നത് സന്തോഷം, സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ആ ഒരു ഓപ്പോസിറ്റ്സിൻ്റെ യൂണിറ്റിയും ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ലൈഫ് എന്ന് പറയുന്നത് ജോയും സോറോയും ഉള്ളതാണ്, അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിൾ തമ്മിലുള്ളൊരു മിക്സാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. വില്യം ബ്ലേക്ക് പറഞ്ഞത് ഓപ്പോസിറ്റ്സ് ക്രിയേറ്റ് ഹാർമണി എന്നാണ്. കാരണം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കുറച്ച് ബാലൻസായി പോകുന്നത്. ദെൻ റോൾ ഓഫ് ദി പോയറ്റ്. ഇവിടെ പോയറ്റ്സ് എന്ന് പറയുന്നത് വളരെ വിഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഗൈഡായിട്ടൊക്കെയായിരുന്നു കണ്ടിരുന്നത്. നമുക്കറിയാം പി ബി ഷെല്ലി, അദ്ദേഹം പോയറ്റിനെ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. പോയറ്റ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദെൻ ലാംഗ്വേജ് ഓഫ് പോയട്രി. നമുക്കറിയാം ഈ ഒരു സമയത്തെ പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോയറ്റിക് ഡിക്ഷൻസിനെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കോമൺ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ്. ദെൻ സോഴ്സസ് ഓഫ് ഇൻസ്പിറേഷൻ. നമുക്കറിയാം ഇവിടുത്തെ റൈറ്റേഴ്സിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്രീക്കും റോമൻ ക്ലാസിക്സും ഒന്നുമല്ല, പക്ഷേ ഫോക്ലോർ, ബാലഡ്സ്, നേറ്റീവ് ട്രഡീഷൻസ് ഇതിൽ നിന്നുമൊക്കെയാണ്. ദെൻ എക്സോട്ടിക് ആൻഡ് സൂപ്പർ നാച്ചുറൽ. ഇവിടെ മിസ്റ്ററിക്കും ഫാൻറ്റസിക്കുമൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. കുബ്ല ഖാൻ എന്ന് പറയുന്ന വർക്ക്സൊക്കെ അതിന് ഫേമസ് ആണ്. ദെൻ റൊമാൻറ്റിസിസം ഇൻ ഇംഗ്ലണ്ട്. നമുക്കറിയാം പൊളിറ്റിക്കലായിട്ടും അതുപോലെ എക്കണോമിക്കലായിട്ടുമുള്ള ചേഞ്ചസ് കാരണമാണ് ഇംഗ്ലണ്ടിലെ റൊമാൻറ്റിസിസം ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനാണ് ഫോക്കസ് കൊടുത്തിരുന്നത്. ദെൻ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിക് ഏജ്. 1798 റൊമാൻറ്റിക് ഏജിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് തന്നെ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് എസ്.ടി. കോളറിഡ്ജ് എഴുതിയ
രണ്ടുപേരും കൂടി എഴുതിയ വർക്കാണ് ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത്. 2 വർക്ക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്, അതാണ് ലിറിക്കൽ ബാലഡ്സ്. അതിലൂടെയാണ് റൊമാൻറ്റിക് ഏജിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിഫേസിലാണ് ഈ ഒരു റൊമാൻറ്റിക് ഏജ് എന്തിനെ കുറിച്ചിട്ടൊക്കെയാണെന്നും എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നതുമെന്നും പഴയതിൽ നിന്നും എന്ത് ഷിഫ്റ്റാണ് സംഭവിച്ചതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു വർക്കും അതെഴുതിയ ആൾക്കാരും ആൻഡ് ദാറ്റ് വാസ് ദ ബിഗിനിങ്. അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നീട് വന്ന സമയത്ത് ദാറ്റ് ഈസ് ലേറ്റർ ഡിസൊല്യൂഷൻമെൻറ്റ്. പിന്നീട് ഫ്രഞ്ച് റെവല്യൂഷൻ വയലൻ്റ് ആവാനായിട്ട് തുടങ്ങി. അതായത് ഇൻഡസ്ട്രിയൽ ലൈഫൊക്കെ ഭയങ്കര ഹാർഷായി തുടങ്ങി. അതായത് ഏർലി ഒപ്റ്റിമിസം നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചേഞ്ചസ് വരാനായിട്ട് തുടങ്ങി. ദെൻ സെക്കൻഡ് ജനറേഷൻ പോയിറ്റ്സ്. സെക്കൻഡ് ജനറേഷൻ, അതായത് നമുക്കറിയാം റൊമാൻറ്റിക് പീരീഡിൽ ഫസ്റ്റ് ജനറേഷൻ പോയിറ്റ്സും ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ പോയിറ്റ്സും ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് ജനറേഷനാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. ദെൻ സെക്കൻഡ് ജനറേഷൻ പോയിറ്റ്സ് എന്ന് പറയുന്നത് ലോർഡ് ബൈറൺ, B.B. ഷെല്ലി, ജോൺ കീറ്റ്സ്, ഇവരൊക്കെയാണ്. ഫസ്റ്റിൽ ഉണ്ടായിരുന്ന പോയിറ്റ്സ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത്, S.T. കോൾറിഡ്ജ്, അങ്ങനെയൊക്കെയുള്ള പോയിറ്റ്സ് ആയിരുന്നു. പിന്നീട് സെക്കൻഡ് ജനറേഷനിലാണ് ലോർഡ് ബൈറൺ, B.B. ഷെല്ലി ആൻഡ് ജോൺ കീറ്റ്സ് വരുന്നത്. സോ ഇവരുടെയൊക്കെ തീംസ് എന്ന് പറയുന്നത് റെബല്യൺ, സോഷ്യൽ ക്രിറ്റിസിസം, ബ്യൂട്ടി, ഇതൊക്കെ ആയിരുന്നു. ദെൻ ജോൺ കീറ്റ്സ് കൊണ്ടുവന്നതാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്ന ഐഡിയ. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ഐഡിയ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലോജിക്കിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അൺസർട്ടനിറ്റി ആണ് ലൈഫ് എന്ന് പറയുന്നത്. സോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഐഡിയയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി കൊണ്ട് ജോൺ കീറ്റ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ബ്യൂട്ടി ട്രൂത്തായിട്ടായിരുന്നു കണ്ടിരുന്നത്. അതായത് ഓഡോണി ഗ്രീഷ്യൻ ആണെന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. സോ ഇവിടെയും മീനിങ് വരുന്നത് ബ്യൂട്ടി ട്രൂത്തിനെ റിവീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റെബല്യൻ ആൻഡ് സെറ്റയർ. ലോർഡ് ബൈറണൊക്കെ റെബൽ പോയിട്ടായിരുന്നു. ഡോൺ ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക് ഭയങ്കര ഫേമസ് ആണ്. അതിലൂടെ അദ്ദേഹം സൊസൈറ്റിയും കറപ്ഷനൊക്കെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഈ ഒരു സമയത്ത് ഫ്രാങ്കൻസ്റ്റൈൻ, മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റൈൻ, പ്രൊമത്തിയസ് അൺബൗണ്ട്, എ ഡിഫെൻസ് ഓഫ് പോയട്രി, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ദെൻ ക്രിറ്റിസിസം ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റി ഇൻഡസ്ട്രിയലൈസേഷൻ, മെറ്റീരിയലിസം ഒക്കെ ഒപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. മോഡേൺ ലൈഫിനെ മെക്കാനിക്കലായിട്ടും ഇമോഷൻലെസ് ആയിട്ടും ഒക്കെ കാണാൻ തുടങ്ങി. പിന്നെ റൊമാൻറ്റിസിസത്തിൽ വരുന്ന ചില ബാലൻസ് ഐഡിയ എന്ന് പറയുന്നത് ഇമോഷനെയും റീസണിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടായിരുന്നു. അതുപോലെ ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി, ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് പിന്നീട് വന്നുകൊണ്ടിരുന്ന ഐഡിയാസ് എന്ന് പറയുന്നത്. സോ ഫൈനൽ ഐഡിയ എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഫ്രീഡം, ഇമോഷൻ, ഇമാജിനേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൾക്കാർ കൂടുതലും ഇമാജിനേഷനാണ് ഫോക്കസ് കൊടുത്തിരുന്നത്. അതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ് അവരെ ഓർത്ത് വെക്കുക. അതുപോലെ ലിറിക്കൽ ബാലഡ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്, ബിക്കോസ് അതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് തന്നെ. സോ അത് എഴുതിയത് ആരാണെന്നും അത് പ്രത്യേകതകൾ എന്താണെന്നും നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ദ നെഗറ്റീവ് കാപ്പബിലിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ കീറ്റ്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അൺസർട്ടനിറ്റിയും മിസ്റ്ററിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാതെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക, അതാണ്. അതായത് ഒരു പേഴ്സൺ, എസ്പെഷ്യലി ഒരു പോയറ്റിന് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും അവർക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാതെ എല്ലാ കാര്യങ്ങളും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ റഷ് ചെയ്തില്ല. സോ അനലൈസ് ചെയ്യുന്നതിന് പകരം ഇവർ ഡീപ്ലി അതിനെ ഫീൽ ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സോ അവർ എബിലിറ്റിയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. സോ ലിറ്ററേച്ചറിൽ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു പോയറ്റ് എപ്പോഴും ഈഗോ ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. അവരെന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറണം. അവരുടെ ഓൺ ഒപ്പീനിയൻസ് മറ്റുള്ള വർക്ക്സിലേക്ക് അല്ലെങ്കിൽ വർക്കുകളിലേക്ക് ഇമ്പോസ് ചെയ്യാതിരിക്കണം. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. സോ ഒരു വൺ ലൈൻ ഡെഫിനേഷൻ പറയാനാണെങ്കിൽ നെഗറ്റീവ് കാപ്പബിലിറ്റി മീൻസ് the ability to live with doubt and mystery without needing clear answers എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.